നമസ്കാരം. ഏപ്രിൽ 1 മുതൽ വൈദ്യുതി നിരക്കും വെള്ളക്കരവും വർദ്ധിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 12 പൈസയും വെള്ളക്കരം 5% വർദ്ധിക്കാനാണ് സാധ്യത. അതിനൊപ്പം സർചാർജായി 7 പൈസ കൂടി ഈടാക്കുന്നതിനാൽ ഒറ്റ യൂണിറ്റിന് 19 പൈസയുടെ വർധനവാണ് അനുഭവപ്പെടുക. വെള്ളക്കര വർധനയെ തുടർന്ന് ഉപയോക്താക്കൾക്ക് പ്രതിമാസം 3.5 രൂപ മുതൽ 60 രൂപ വരെ അധിക ചെലവ് വരാനാണ് സാധ്യത. ഡിസംബർ മാസത്തിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ നിരക്കുകൾ പ്രകാരമാണ് ഈ വർധന. വൈദ്യുതി നിരക്ക് മാത്രമല്ല, ഫിക്സഡ് ചാർജ് പ്രതിമാസം 10 രൂപയും കൂടും. ഇതിനോടകം ഇന്ധന സർചാർജായി 7 പൈസ കൂടി ഈടാക്കും. അതായത് ഒരു മാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ 32 രൂപ അധികമായി വരും. ഇന്ധന സർചാർജും കൂട്ടിച്ചേർത്താൽ 39 രൂപ അധിക ചിലവായി വരും. 250 യൂണിറ്റിന് മുകളിലുള്ള ഉപയോക്താക്കൾക്ക് ആദ്യ യൂണിറ്റ് മുതൽ ഏകീകൃത നിരക്കായിരിക്കും. വൈദ്യുതി നിരക്ക് വർധനയിലൂടെ KEB 357.28 കോടി രൂപ അധിക വരുമാനം ലക്ഷ്യമിടുന്നുണ്ട്. വെള്ളക്കര വർധന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുകയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ഈ വർധന ഒഴിവാക്കിയിരുന്നെങ്കിലും ഈ വർഷം ഇത്തരത്തിൽ ഇളവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപയോക്താക്കൾക്ക് അധിക ചെലവ് സംഭവിക്കുമെന്നാണ് ജില്ലാ അതോറിറ്റി അധികൃതരുടെ സൂചന. കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമാണ് വെള്ളക്കരത്തിൽ 5% വർധന വരുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ലെന്നാണ് വിവരം. അതിനാൽ നിരക്ക് വർദ്ധിക്കുമെന്നാണ് ജില്ലാ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ പ്രതിമാസം 3.5 രൂപ മുതൽ 60 രൂപ വരെ വെള്ളത്തിന്റെ വില കൂടാം. കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനവാണ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്നത്. വെള്ളക്കരവും 5% വർദ്ധിക്കും. 2027 വരെയുള്ള വൈദ്യുത നിരക്കാണ് ഡിസംബറിൽ റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ നിരക്ക് ഏപ്രിൽ 1 നിലവിൽ വരും. അതേസമയം ഫെബ്രുവരിയിൽ കേരളത്തിൽ വൈദ്യുതി നിരക്ക് കുറവാണെന്ന് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 29 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ വൈദ്യുത നിരക്കുകൾ താരതമ്യം ചെയ്ത പട്ടികയായിരുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയത്. ഇത് പ്രകാരം ഗാർഹിക വൈദ്യുതി നിരക്കുകൾ കേരളത്തിൽ കുറവാണ്. 1.50 രൂപയാണ് ഒരു യൂണിറ്റിന് ഈടാക്കുന്നത്. പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ള ഗാർഹിക ഉപയോഗത്തിന് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത്. പ്രതിമാസം 400 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൻകിട ഗാർഹിക ഉപയോക്താക്കളുടെ നിരക്കിൽ മാത്രമാണ് കേരളം പട്ടികയിൽ അല്പം പിന്നിലുള്ളത്. ചെറുകിട, ഇടത്തരം, വൻകിട വ്യവസായങ്ങളുടെ വൈദ്യുതി നിരക്കുകളും കേരളത്തിൽ കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളുടെ വൈദ്യുതി നിരക്കുകളും കേരളത്തിൽ തന്നെയാണ് കുറവെങ്കിലും വലിയ കടകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ നിരക്ക് കൂടുതലാണ്.